ലോകത്ത് സ്വന്തം നിലനിൽപ്പിനായി നിരന്തരം പോരാടേണ്ടി വരുന്ന രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് ഇസ്രയേൽ. അവരുടെ കാഴ്ചപ്പാടിൽ യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്നത് രാജ്യത്തിൻ്റെ സുരക്ഷയെയും നിലനിൽപ്പിനെയും തന്നെ അപകടത്തിലാക്കുമെന്നാണ് വിശ്വാസം. ചുറ്റുമുള്ള പല രാജ്യങ്ങളുമായും വർഷങ്ങളായി സംഘർഷാവസ്ഥ തുടരുകയാണ്. അതേസമയം ഇസ്രയേൽ ആരോപിക്കുന്നത് ഇറാൻ വിവിധ സായുധ സംഘടനകൾക്ക് സാമ്പത്തിക, സൈനിക, മറ്റ് പിന്തുണകൾ നൽകി ഇസ്രയേലിനെ ദുർബലപ്പെടുത്താനും ആക്രമണം നടത്താനും സഹായിക്കുന്നുവെന്നാണ്. ഈ ആരോപണങ്ങളും പ്രാദേശിക സംഘർഷങ്ങളും പശ്ചിമേഷ്യയിലെ ലോകത്തിലെ ഏറ്റവും സങ്കീർണമായ മേഖലകളിൽ ഒന്നാക്കി മാറ്റിയിരിക്കുകയാണ്. പാലസ്തീൻ പ്രദേശത്തെ വിഭജനവും അതിനെ തുടർന്നുണ്ടായ ഇസ്രയേൽ രാഷ്ട്രീയത്തിൻ്റെ രൂപീകരണവും ഇന്നും പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ തർക്കവിഷയങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ട് തന്നെ നിരവധി പാലസ്തീനികൾക്ക് ഇസ്രയേൽ രാഷ്ട്രത്തെ അംഗീകരിക്കാൻ കഴിയുന്നില്ല. ഗാസയിൽ അധികാരം കൈവശം വെച്ചിരിക്കുന്ന ഹമാസും മറ്റ് സായുധ സംഘടനകളും ഇസ്രയേലിനെതിരെ ആക്രമണങ്ങൾ നടത്തുകയും അതിന് മറുപടിയായി ഇസ്രയേൽ സൈനിക നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നു. ഇസ്രയേലിൻ്റെ ആരോപണമനുസരിച്ച് ഹിസ്ബുള്ള, ഹൂതി തുടങ്ങിയ സായുധ സംഘടനകൾക്ക് പിന്തുണ നൽകുന്നുവെന്നും അവർ ഇടയ്ക്കിടയ്ക്ക് ഇസ്രയേലിന് നേരെ ആക്രമണം നടത്താറുണ്ടെന്നും പറയുന്നു. അതേസമയം ഈജിപ്ത്, ജോർദാൻ, സിറിയ തുടങ്ങിയ അയൽ രാജ്യങ്ങൾ മുൻകാല യുദ്ധങ്ങൾക്ക് ശേഷം നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾ ഒഴിവാക്കി നയതന്ത്രപരമായ സമീപനമാണ് കൂടുതലായി സ്വീകരിച്ചു വരുന്നത്. ഇസ്രയേലിൻ്റെ സുരക്ഷയും നിലനിൽപ്പും ഒരു വശത്തും സ്വന്തം നാടും അവകാശങ്ങളും സംരക്ഷിക്കണമെന്ന പാലസ്തീൻ ജനതയുടെ ആവശ്യവും മറുവശത്തും നിലകൊള്ളുന്ന ഈ സംഘർഷത്തിന് ഇതുവരെ സ്ഥിരമായൊരു പരിഹാരം കണ്ടെത്താനായിട്ടില്ല. പാലസ്തീൻ പ്രദേശങ്ങളുടെ വിഭജനവും അധിനിവേശവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും അന്താരാഷ്ട്ര തലത്തിൽ ഇന്നും ശക്തമായ ചർച്ചാ വിഷയമാണ്. അതുകൊണ്ട് തന്നെ ചർച്ചകളിലൂടെയും പരസ്പര ധാരണകളിലൂടെയും രണ്ട് ജനവിഭാഗങ്ങൾക്കും സുരക്ഷിതമായി ജീവിക്കാൻ കഴിയുന്ന സമാധാനപരമായ ഒരു പരിഹാരം കണ്ടെത്തണമെന്നാണ് ലോകത്തിൻ്റെ വലിയൊരു വിഭാഗം ആവശ്യപ്പെടുന്നത്. രാഷ്ട്രീയവും മതപരവുമായ താൽപ്പര്യങ്ങൾ ഈ വിഷയത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നുവെന്നാണ് വിവിധ നിരീക്ഷകരുടെ വിലയിരുത്തൽ. എന്നാൽ ഏത് രാഷ്ട്രീയ നിലപാടായാലും ഏറ്റവും വലിയ വില കൊടുക്കേണ്ടി വരുന്നത് സാധാരണക്കാരായ ജനങ്ങൾക്കാണ്. വർഷങ്ങളായി യുദ്ധവും ആക്രമണവും ഭയവും നിറഞ്ഞ ജീവിതം നയിക്കുന്ന പാലസ്തീനികളും ഇസ്രയേലികളും ഒരുപോലെ സുരക്ഷിതവും സമാധാനപരവുമായ ജീവിതം ആഗ്രഹിക്കുന്നവരാണ്. ഈ സാഹചര്യം സൃഷ്ടിക്കപ്പെടുമ്പോഴാണ് ഈ ദീർഘകാല സംഘർഷത്തിന് യഥാർത്ഥ പരിഹാരത്തിലേക്ക് വഴി തുറക്കുക. 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രയേലിലേക്ക് നടത്തിയ ആക്രമണം പശ്ചിമേഷ്യയുടെ സമീപകാല ചരിത്രത്തിലെ ഏറ്റവും നിർണായക സംഭവങ്ങളിൽ ഒന്നായി മാറി. ഇസ്രയേൽ പുറത്തുവിട്ട കണക്ക് പ്രകാരം ഏകദേശം 1200 പേർ കൊല്ലപ്പെട്ടതായും 250 പേരെ ബന്ദികളാക്കി ഗാസയിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തു. ഈ ആക്രമണത്തെ ചിലർ ഇസ്രയേലിനെതിരായ വലിയ തിരിച്ചടിയായി വിശേഷിച്ചപ്പോൾ അതിന് പിന്നാലെ ആരംഭിച്ച യുദ്ധത്തിൻ്റെ ഏറ്റവും വലിയ ആഘാതം അനുഭവിച്ചത് ഗാസയിലെ സാധാരണ ജനങ്ങളായിരുന്നു. തുടർന്ന് ഇസ്രയേൽ സൈനിക നടപടികളിൽ 10,000-കണക്കിന് പലസ്തീനികൾ കൊല്ലപ്പെട്ടതായി ഗാസയിലെ ആരോഗ്യ അധികാരികൾ റിപ്പോർട്ട് ചെയ്തു. ലക്ഷക്കണക്കിന് ആളുകൾ കുടിയൊഴിക്കേണ്ടി വന്നു. ഭക്ഷ്യക്ഷാമം, രോഗവ്യാപനം, മരുന്നുകളുടെ അഭാവം, അടിസ്ഥാന സൗകര്യങ്ങളുടെ തകർച്ച എന്നിവ ഗാസയെ ഗുരുതരമായ മാനുഷിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടു. ഈ യുദ്ധത്തിൻ്റെ ഏറ്റവും വലിയ വില നൽകേണ്ടി വന്നത് സാധാരണ ജനങ്ങൾക്കാണെന്നാണ് അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ വ്യാപകമായ ആശങ്ക. ഈ സാഹചര്യത്തിനിടയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും പശ്ചിമേഷ്യയിലെ സമാധാന പ്രശ്നങ്ങളിൽ സജീവമായത്. തൻ്റെ സമ്മർദ്ദ നയങ്ങളിലൂടെ ഇസ്രയേലിനെയും ഹമാസിനെയും പ്രാദേശിക ശക്തികളെയും ചർച്ചാ മേശയിലേക്ക് കൊണ്ടുവരുവാൻ അദ്ദേഹം ശ്രമിച്ചു. എന്നാൽ ദീർഘകാല സമാധാനം ഉറപ്പാക്കണമെങ്കിൽ ഇറാൻ്റെ സ്വാധീനം നിയന്ത്രിക്കേണ്ടത് അനിവാര്യമാണെന്ന നിലപാടിലാണ് ഇസ്രയേൽ ശക്തമായി മുന്നോട്ട് വെച്ചത്. അതിനെ തുടർന്ന് ഇറാനെതിരെ ട്രംപ് സ്വീകരിച്ച കടുത്ത നയങ്ങൾ പ്രതീക്ഷിച്ച ഫലം നൽകില്ലെന്ന് നിരവധി രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തി. ഇതോടെ ഇറാനെ കേന്ദ്രീകരിച്ച സമീപനത്തിൽ നിന്ന് മാറി വീണ്ടും നയതന്ത്ര ചർച്ചകൾക്കും വെടിനിർത്തൽ കരാറുകൾക്കുമാണ് ട്രംപ് കൂടുതൽ പ്രാധാന്യം നൽകാൻ തുടങ്ങിയത്. ആ നീക്കങ്ങളുടെ ഭാഗമായാണ് കഴിഞ്ഞ ആഴ്ച ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവുമായി ട്രംപ് നിർണായക കൂടിക്കാഴ്ച നടത്തിയത്. ഇരുവരുടെയും നിലപാടുകളിൽ ചില വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. അതിനുശേഷം ഗാസയിൽ വെടിനിർത്തലിലും സമാധാന ശ്രമങ്ങൾക്കും മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി പുതിയ പ്രഖ്യാപനങ്ങൾ അമേരിക്ക നടത്തിയിട്ടുണ്ട്. ഹമാസിൻ്റെ ആയുധ നിരായുധീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകളും സമാധാനപരമായ ശ്രമങ്ങളുടെ ഭാഗമായി ഉയർന്നുവന്നെങ്കിലും അവയുടെ അന്തിമ ഫലം ഇനിയും വ്യക്തമല്ല. ട്രൂത്ത് സോഷ്യൽ മീഡിയയിലെ തൻ്റെ പോസ്റ്റിലൂടെ ഡൊണാൾഡ് ട്രംപ് പതിറ്റാണ്ടുകളായി ലോകത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പാലസ്തീൻ ഇസ്രയേൽ സംഘർഷത്തിന് നിർണായക വഴിത്തിരിവുണ്ടായെന്ന് അവകാശപ്പെടുന്നു. ഹമാസ് നിരായുധീകരണത്തിന് തയ്യാറായെന്നും അവരുടെ ആയുധശേഖരം അന്താരാഷ്ട്ര മേൽനോട്ടത്തിൽ കൈകാര്യം ചെയ്യാനുള്ള പ്രക്രിയയ്ക്ക്
സമ്മതം നൽകിയെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിലൂടെ താൻ മുന്നോട്ട് വച്ച സമാധാന പദ്ധതിയുടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്നും ട്രംപ് വ്യക്തമാക്കി. ഈജിപ്ത്, ഖത്തർ, തുർക്കി തുടങ്ങിയ രാജ്യങ്ങളുടെ മധ്യസ്ഥ ശ്രമങ്ങൾക്ക് നന്ദി അറിയിച്ച് ട്രംപ് ഒരു അന്താരാഷ്ട്ര സ്ഥിരത സേനയും പുതിയ പാലസ്തീൻ പോലീസ് സംവിധാനവും രൂപീകരിക്കാനുള്ള പദ്ധതിയും പരാമർശിച്ചു. ആദ്യഘട്ടത്തിൽ ഇസ്രയേലിനും ഹമാസിനും വെടിനിർത്തൽ പാലിക്കണം. തുടർന്ന് ഐക്യരാഷ്ട്രസഭയുടെയും അന്താരാഷ്ട്ര സമിതികളുടെയും മേൽനോട്ടത്തിൽ ഹമാസിന്റെ ആയുധങ്ങൾ രേഖപ്പെടുത്തുകയും അവയുടെ ഭാവിയെക്കുറിച്ച് തീരുമാനമെടുക്കുകയും ചെയ്യും. ഈ ആയുധങ്ങൾ നേരിട്ട് ഇസ്രയേലിന് കൈമാറാതെ അന്താരാഷ്ട്ര സംവിധാനത്തിൻ്റെ നിയന്ത്രണത്തിലായിരിക്കും എന്നതാണ് പദ്ധതിയുടെ പ്രധാന ഭാഗങ്ങളിൽ ഒന്ന്. നിരായുധീകരണ നടപടികൾ പുരോഗമിക്കുന്നതിനനുസരിച്ച് ഇസ്രയേൽ സൈന്യം ഗാസയിൽ നിന്ന് ഘട്ടം ഘട്ടമായി പിന്മാറുകയും പ്രദേശത്തിൻ്റെ ഭരണ ചുമതല പലസ്തീൻ ഭരണകൂടത്തിനും അന്താരാഷ്ട്ര മേൽനോട്ട സംവിധാനത്തിനും കൈമാറുകയും ചെയ്യാമെന്നാണ് നിർദ്ദേശം. ഹമാസ് രാഷ്ട്രീയ സൈനിക ശക്തിയായി ഭരണത്തിൽ പങ്കാളികളാകില്ലെന്നും സംഘടനയിലെ അംഗങ്ങൾക്ക് ആയുധം ഉപേക്ഷിച്ച് സമാധാന പ്രക്രിയയുടെ ഭാഗമായി സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാനുള്ള അവസരം ലഭിക്കുമെന്നും ട്രംപ് പറഞ്ഞു. ബന്ദികളായിരിക്കുന്ന ഇസ്രയേലികളെയും അവരുടെ മൃതദേഹങ്ങളെയും വിട്ടയക്കുന്നതിനോടൊപ്പം ഇസ്രയേലും പാലസ്തീൻ തടവുകാരെ ഘട്ടം ഘട്ടമായി മോചിപ്പിക്കണമെന്ന വ്യവസ്ഥയും ഇതിലുണ്ട്. ഈ സമാധാന നിർദ്ദേശവുമായി ബന്ധപ്പെട്ട് ഹമാസിന്റെ അനുകൂല പ്രതികരണത്തെക്കുറിച്ച് വിവിധ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ കരാറിന്റെ എല്ലാ വ്യവസ്ഥകളും ഔദ്യോഗികമായി നടപ്പിലാക്കുമോ എന്നത് ഇനിയും വ്യക്തമായിട്ടില്ല. യുദ്ധം അവസാനിപ്പിച്ച് ഗാസയിൽ സാധാരണ ജീവിതം പുനഃസ്ഥാപിക്കാനുള്ള പ്രതീക്ഷയിലാണ് ഈ നീക്കം ഉയർത്തിയിരിക്കുന്നത്. ഈ പദ്ധതി വിജയിച്ചാൽ വർഷങ്ങളായി ചർച്ച ചെയ്യപ്പെടുന്ന ദ്വിരാഷ്ട്ര പരിഹാരത്തിലേക്ക് സാഹചര്യം നീങ്ങാൻ സാധ്യതയുണ്ടെന്ന് വിലയിരുത്തപ്പെടുന്നു. ഇന്ത്യയും ഐക്യരാഷ്ട്രസഭയും ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങൾ ദീർഘകാലമായി പിന്തുണയ്ക്കുന്ന ആശയമാണിത്. എന്നാൽ പരിഹരിക്കപ്പെടാത്ത നിരവധി വിഷയങ്ങൾ ഇപ്പോഴും ബാക്കിയുണ്ട്. പ്രത്യേകിച്ച് കിഴക്കൻ ജെറുസലേമിൻ്റെ പദവി സംബന്ധിച്ച തർക്കം ഇന്നും അതേപടി തുടരുകയാണ്. ഈ പ്രദേശം തങ്ങളുടെ തലസ്ഥാനത്തിൻ്റെ ഭാഗമാണെന്ന് ഇസ്രയേലും ഭാവിയിലെ പലസ്തീൻ രാഷ്ട്രത്തിൻ്റെ തലസ്ഥാനമാകുമെന്ന് പലസ്തീനും വാദിക്കുന്നത്. അതിനാൽ ഈ വിഷയത്തിൽ അന്തിമ തീരുമാനം എങ്ങനെ ഉണ്ടാകുമെന്നത് ഇപ്പോഴും അനിശ്ചിതമാണ്. അതേസമയം ട്രംപ് പ്രഖ്യാപിച്ച സമാധാന പദ്ധതിയെക്കുറിച്ച് ഇസ്രയേൽ സർക്കാർ ഔദ്യോഗിക നിലപാട് വ്യക്തമാക്കിയിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സുരക്ഷാ ഉറപ്പുകളും നിരായുധീകരണ നടപടികളും സംബന്ധിച്ച് ഇസ്രയേലിന് ഇപ്പോഴും ആശങ്കകളുണ്ടെന്നാണ് വിലയിരുത്തൽ. അമേരിക്കയുടെ ശക്തമായ പിന്തുണയുള്ള ഈ നിർദ്ദേശത്തോട് ഇസ്രയേൽ എങ്ങനെ പ്രതികരിക്കുമെന്നാണ് ഇനി ശ്രദ്ധിക്കപ്പെടുന്ന പ്രധാന വിഷയം. വെസ്റ്റ് ബാങ്കിലെ ജൂത കുടിയേറ്റങ്ങൾ, അതിർത്തി തർക്കങ്ങൾ, സുരക്ഷാ ക്രമീകരണങ്ങൾ, ഭാവിയിലെ ഭരണ സംവിധാനം എന്നിവയും ഈ സമാധാന ശ്രമത്തിന് മുന്നിലുള്ള വലിയ വെല്ലുവിളികളാണ്. അതിനാൽ ഒരു പ്രഖ്യാപനം മാത്രം കൊണ്ട് പതിറ്റാണ്ടുകളായ സംഘർഷം അവസാനിച്ചുവെന്ന് പറയാൻ കഴിയില്ല.